ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ അലീന നെടുമ്പുരയ്ക്കൽ വീട് ഇട്ട് പോകുന്ന കാര്യം തീരുമാനിക്കുകയാണ്. ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ വൈജയന്തി അങ്ങോട്ട് വരത്തില്ല എന്നുള്ള ഒരു നിലപാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറണം. ഞാനിവിടുന്ന് താമസം മാറിയാൽ മാത്രമേ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോക്കും അവരുടെ അമ്മയെ തിരിച്ച് കിട്ടത്തുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ്. അതിനുശേഷം അലീന പോകുന്ന കാര്യം അറിയുന്ന ബബിതയും സഹോദരങ്ങളും എല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അലീന ചേച്ചി പോകുമോ? റൂമിൽ കണ്ടില്ലല്ലോ. ചേച്ചി മുകളിൽ അച്ഛൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ടെന്ന് പറയും. അച്ഛനോട് യാത്ര പറയാനാണോ? അച്ഛൻ സമ്മതിക്കത്തില്ല. അച്ഛനൊരു കാരണവശാലും അലീന ചേച്ചി ഇവിടുന്ന് പോകാൻ സമ്മതിക്കത്തില്ലെന്ന് ബബിത പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയും അത് തന്നെ ശരി. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ചേച്ചിയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്നാണ് പറയുന്നത്. നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും ചേച്ചി ഇവിടുന്ന് പോകുന്ന പറയുന്നത്. അത് അമ്മ ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അമ്മ ഇങ്ങോട്ട് വന്നാലും ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം? ചേച്ചി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരത്തില്ല. അതാണ് ചേച്ചിയുടെ വിഷമം. ചേച്ചി നമുക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ചേച്ചി ഇഷ്ടത്തോടു കൂടിയല്ല ഇവിടുന്ന് പോകുന്നത് എന്നൊക്കെ അവർ പറയുകയാണ്. അച്ഛൻ നിർബന്ധിച്ച് പറയണം ഇവിടുന്ന് പോകാൻ പറ്റത്തില്ലെന്ന്. അച്ഛൻ്റെ മോളല്ലേ അലീന ചേച്ചി. ചേച്ചി എപ്പോഴും പറയുമല്ലോ മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം. ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് അലീന ചേച്ചി അനുസരിക്കണം എന്ന് ബബിത കൃഷ്ണയോടും രോഹിത്തിനോടും പറയുന്നുണ്ട്. ആ സമയത്ത് രോഹിത്ത് പറയും അതിന് അലീന ചേച്ചിയുടെ അച്ഛനല്ലല്ലോ എന്ന് പറയും. അച്ഛനല്ലെന്നോ? എന്താ രോഹിട്ടേ പറയുന്നത്? അതേ ബബിതേ, ഞാനിപ്പോഴാ സത്യം അറിഞ്ഞെന്ന് പറയും. സത്യം അറിഞ്ഞെന്നോ? അപ്പോൾ ഇതേ കൃഷ്ണജിക്ക് അറിയാമല്ലോ. അപ്പം ബബിത ചോദിക്കും രോഹിട്ടൻ എന്തായി പറയുന്നത്? അലീന ചേച്ചി നമ്മുടെ അച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിക്കും. അല്ല എന്ന് അലീന ചേച്ചി തന്നെ എന്നോട് പറഞ്ഞെന്ന് പറയും. രോഹിട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അതെ, അന്ന് കോളേജിൽ പ്രിൻസിപ്പൽ അച്ഛനെ കാണാൻ വേണ്ടി ഞാനും അലീന ചേച്ചിയും കൂടി പോയിരുന്നു. ആ സമയത്ത് പ്രിൻസിപ്പൽ അച്ഛനോട് ചേച്ചി പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുവാന്ന്. നമ്മുടെയൊക്കെ ഇഷ്ടം മനസ്സുകൊണ്ടാണ് ചേച്ചിയെ സഹോദരിയായിട്ട് നമ്മൾ അംഗീകരിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് ചേച്ചി പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞായിരുന്നു ഒരു ഓർഫനേജിലാണ് ഇത്രയും നാളും വളർന്നതെന്നും ബ്രിജിത്ത മമ്മി എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററാണ് ഞങ്ങളെ എല്ലാവരെയും വളർത്തിയത്. അതിനുശേഷം ആ സ്നേഹദീപത്തും തുടർന്ന് നടത്താൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും ഓരോ വീട്ടിലോട്ട് ജോലി കഴിച്ചു. അങ്ങനെയാണ് ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കുള്ള കുട്ടിയുടെ അച്ഛനെയും അമ്മയും അറിയാവുമെന്ന് പ്രിൻസിപ്പൽ അച്ഛൻ ചോദിച്ചായിരുന്നു. അച്ഛനെയും അമ്മയും അലീന ചേച്ചിക്ക് അറിയാം, പക്ഷേ ബാലചന്ദ്രൻ്റെ മകളല്ലെന്നും അവിടെ പറഞ്ഞായിരുന്നു പറയും. അതിനുശേഷം ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പം ചേച്ചി അങ്ങനെ പറയുന്നത് ഞാൻ ബാലേന്ദ്രൻ്റെ മകളല്ലെന്ന് പറയും. അപ്പോൾ ഇത്രയും നാളും ചേച്ചി നമ്മളെ പറ്റിക്കുമായിരുന്നല്ലേ? അതെ, അച്ഛനും ചേച്ചിയും കൂടി ചേർന്ന് നമ്മളെ പറ്റിക്കുമായിരുന്നു. നമ്മുടെ സ്വന്തം ചേച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയും. ഇത് അല്ല ചേച്ചി ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് പറയും. ഉടനെ രോഹിത് പറയും അത് വേണ്ട, എന്തായാലും സത്യം നമ്മൾ അറിഞ്ഞല്ലോ. അല്ല പറ്റത്തില്ലെന്നുള്ള അല്ല ചേച്ചി തന്നെ എന്നോട് പറയണം ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയല്ലെന്ന്. അങ്ങനെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അലീന അവിടെ ജോലിയിലാണ്. ആ സമയത്ത് എന്ത് പറ്റി ബബിതേ നീ ഇങ്ങനെ നോക്കുന്നത്? സത്യം പറ, ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയല്ലേ? അതെ, എന്തിനാ എന്നെ ഞങ്ങളോട് കള്ളം പറഞ്ഞു? ചേച്ചി ഞങ്ങളുടെ അച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും അത് സത്യം പറയും ചേച്ചി ഞങ്ങളുടെ അച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിക്കും. അത് ജന്മം കൊണ്ട് ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ മകളല്ല, പക്ഷെ കർമ്മം കൊണ്ടാണെന്ന് പറയും. ചേച്ചി അച്ഛനും ചേർന്ന് ഇത്രയും നാൾ ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ? ചേച്ചി ഞങ്ങളെ സ്വന്തം ചേച്ചിയാണെന്ന് ഇത്രയും നാൾ ഞങ്ങൾ വിചാരിച്ചു. എല്ലാവരുടെ ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞത്. പക്ഷേ ഇപ്പം ഞങ്ങൾക്കൊരു അന്യയായി മാറിയില്ലേ എന്ന് പറയും. മോളെ ഞാൻ എന്നും നിങ്ങൾക്ക് സ്വന്തം ചേച്ചി തന്നെ ആയിരിക്കും. വേണ്ട, നീ ഞങ്ങളോടൊന്നും പറയണ്ട, എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ബബിത നേരെ റൂമിലോട്ട് കയറി വരുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ റൂമിൽ നിൽക്കുന്നുണ്ട്. അച്ഛാ എന്താ മോളെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയും. അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിക്കും. എന്നാൽ ആര് പറഞ്ഞു? അലീന ചേച്ചീനെ പറഞ്ഞെന്ന് പറയും. അവൾ അങ്ങനെ പറഞ്ഞു? ആ അതെ പറഞ്ഞു, അലീന ചേച്ചിയുടെ സ്വന്തം അച്ഛനല്ലെന്ന് ചോദിക്കും. പിന്നെ എന്തിനാ അച്ഛൻ ഞങ്ങളോട് ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാന്ന് പറഞ്ഞു എന്നെ കൊണ്ട് ചേച്ചി എന്നൊക്കെ വിളിപ്പിച്ചെന്ന് ചോദിക്കും. അത് മോളെ അവളങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനിനി എന്താ പറയുന്നത്? ജന്മം കൊണ്ട് അവൾ എൻ്റെ മകളല്ല, പക്ഷേ അവളെനിക്ക് എൻ്റെ സ്വന്തം മകളെ പോലെ. നിങ്ങൾക്ക് സ്വന്തം ചേച്ചി തന്നെ അവളെന്ന് പറയും. അച്ഛൻ്റെ മകളല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ സ്വന്തം ചേച്ചി ആവുന്നതെന്ന് പറയും. അത് എൻ്റെ മകളല്ലെന്നുള്ള സത്യമാണ്, പക്ഷേ നിങ്ങൾക്ക് സ്വന്തം ചേച്ചി. അച്ഛൻ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ലെന്ന് പറയും. എനിക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല മോളെ. എന്തായാലും അവൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചതില്ലേ, എനിക്ക് ഒട്ടും സമ്മതമല്ല അവൾ ഇവിടുന്ന് പോകുന്നത്. പിന്നെ അവളുടെ തീരുമാനം നടക്കട്ടെ. നിങ്ങളെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്കും വേണ്ടി ആയിരിക്കാം അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് നല്ല വിഷമമുണ്ട്. ആ സമയത്ത് അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക്
കൃഷ്ണജിയും രോഹിത്തും എല്ലാം കൂടി പറയുന്നുണ്ട്, ഇത്രയും നാളും ചേച്ചി നമ്മൾ സ്വന്തം ചേച്ചിയാണെന്ന് നമുക്ക് ധൈര്യത്തോടെ എല്ലാവരുടെ അടുത്തും പറയുന്നു, പക്ഷേ ഇനി അത് നടക്കത്തില്ലല്ലോ എന്ന് പറയും. ഉടനെ കൃഷ്ണജി പറയും, അതെന്താ അങ്ങനെ, നമ്മുടെ സ്വന്തം ചേച്ചി ആയിരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറയും, ഇപ്പം അതല്ലല്ലോ എന്ന് പറയും. അച്ഛൻ്റെ മകളല്ലല്ലോ, അച്ഛൻ്റെ മകളല്ലെങ്കിലും ചേച്ചി നമുക്ക് സ്വന്തം ചേച്ചി എന്ന് പറയും. ഇതുപോലെ തന്നെ അച്ഛനും കുറച്ച് മുമ്പ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയും. ചേച്ചിയെ സ്വന്തം ചേച്ചിയെ പോലെ കണ്ടാൽ മതി, നമ്മളെല്ലാം സഹോദരങ്ങളുടെ കണക്കില്ലേ ചേച്ചി എപ്പോഴും കാണുന്നതും എല്ലാം ചേച്ചി സഹായിക്കുകയും ചെയ്യുന്നത്, അതുകൊണ്ട് ചേച്ചി നമുക്ക് സ്വന്തം ചേച്ചിയാണ്, നമ്മളെന്നും ചേച്ചിയുടെ സഹോദരങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് കൃഷ്ണജ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അലീന ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് വരികയാണ്. റൂമിലോട്ട് വരുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയും, നീ എൻ്റെ മകളല്ലെന്ന് എല്ലാവരുടെ പറഞ്ഞില്ലേ, പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിച്ചാൽ അന്ന് പ്രിൻസിപ്പൽ അച്ഛനെ കാണാൻ വേണ്ടി ഞാനും രോഹിത്തും കൂടി കോളേജിൽ പോയിരുന്നു. ആ സമയത്ത് എനിക്ക് പറയേണ്ടി വന്നു ഞാൻ അച്ഛൻ്റെ മകളല്ലെന്നുള്ളത്. അതിനുശേഷം രോഹിത്ത് എന്നോട് ചോദിച്ചു, എനിക്ക് അവനോട് കള്ളം പറയാൻ സാധിച്ചില്ല അച്ഛാ, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞതെന്ന് പറയും. അത് നന്നായി എന്ന് പറയും. പക്ഷേ നീ ഇവിടുന്ന് പോകുന്ന കാര്യം തീരുമാനിച്ചു നിൽക്കും. പോകണോ വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ ഇവിടെ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ, എങ്കിൽ മാത്രമേ വൈജയന്തി മേഡം ഇങ്ങോട്ട് തിരിച്ചു വരുത്തോളൂ എന്ന് പറയും. സ്വന്തം അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും നീ ഇത്ര വലിയൊരു ത്യാഗം ചെയ്യുന്നത് അല്ലേ മോളെ, വേണോ വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോകണം, ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആവത്തോളം എന്ന് പറയും. എന്ന് നീ കരുതുന്നു, നീ പോയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അച്ഛനെന്ന് ആദ്യം വിളിച്ചത് അച്ഛനെയാണ്. അച്ഛൻ തന്നെ ആയിരിക്കും എനിക്ക് എന്നും എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നതെന്ന് പറയും. എനിക്ക് ഇവിടുന്ന് പോകാൻ ഒട്ടും മനസ്സുണ്ടായിട്ടല്ല അച്ഛാ, പക്ഷേ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, വളരെ വേദനാപൂർവ്വമാണെങ്കിലും ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രന് നല്ല വിഷമമാവും. ബാലേന്ദ്രൻ പറയും, ശരി നിൻ്റെ തീരുമാനം നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നാളെ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.